നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞായറാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നിരിക്കുന്നു. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സാർ, എല്ലാവർക്കും നമസ്കാരം. റഷ്യയിൽ പുതിൻ വന്നിട്ട് ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നു. എമർജൻസി അഗ്രിമെന്റിൽ സിഗ്നേച്ചർ ഇടുന്നത് പോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് മെയ് 1 റഷ്യയുടെ അടുത്തിരുന്ന് ആരും 100 ഗ്രാമിന്റെ മുകളിൽ സ്വർണം എടുത്തോണ്ട് പോരുത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഈ എമർജൻസി എന്ന് പറയുമ്പോൾ എമർജൻസി എന്ന കാരണത്തിലാണ് സാർ ഈ 400 ഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, അതിനെല്ലാവരും ഫോളോ ചെയ്ത് ഗ്രാംസ് എന്ന കാര്യം. ഒരു നാട്ടിൽ റഷ്യയിൽ 100 ഗ്രാമിന്റെ മുകളിൽ വച്ചിരിക്കരുത്, എടുത്തോണ്ട് പോരുത് എന്ന ഒരു റൂൾ ഇപ്പോൾ എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു റൂളാണ്. മെയ് 1 ഇതിനവർ കടപിടിക്കുന്നു. കയ്യിൽ കുറച്ച് സ്വർണം വച്ചിരിക്കുന്നവരെ പേടിപ്പിക്കുന്നത് പോലെ ഒന്നും പേടിക്കാണിക്കൂല. ഒരാളിന് 100 ഗ്രാം തന്നെയല്ല, ഫാമിലിയെ പോയാൽ 400. നിങ്ങൾ പറഞ്ഞു കേൾക്കാതെ 600 ഗ്രാം 700 ഗ്രാം വച്ചിരിക്കുന്നവർ ശരി സാർ 1 കിലോ വച്ചിരിക്കുന്നു വെച്ചോ, പ്രാവശ്യം പോയിട്ട് വരണം. നാട്ടിലിരുന്ന് പുറപ്പെടുന്ന സിറ്റുവേഷൻസാ. ഇത് ഗോൾഡ് ഇല്ലാത്തവർ മോഡും അല്ലേ, പേരിനായിട്ട് എടുത്തുകൊണ്ട് പോകേണ്ടത് തന്നെ. എല്ലാവരും ആ ഗോൾഡിനെ വെച്ചിരിക്കും. ഗോൾഡ് ഇല്ലാത്തവരെടുത്ത് ടിക്കറ്റ് ഇട്ട് കൊടുത്ത് എടുത്തിട്ട് വരും. സാർ ഗോൾഡനും ടിക്കറ്റും ഓക്കെ സാർ. ഇപ്പൊ റഷ്യ ഇതിനെ കൊണ്ടുവരാൻ കാരണം എൻ്റെ എന്താണ് അടുത്ത് സാർ? ഇങ്ങനത്തെ കാര്യം ചോദിക്കാതെ. അടറിലിരിക്കുന്നവരും മനുഷ്യർ തന്നെ, അവരും സമ്പാദിക്കണം. വേണമെങ്കിൽ എടുക്കട്ടെ. റൂൾസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിന് മാത്രം തന്നെ, എല്ലാവർക്കും വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിരിക്കും. എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ റഷ്യ എന്തുകൊണ്ടാണ് ഈ 100 ഗ്രാം എന്ന കാര്യത്തിന് ഇപ്പൊ എടുത്തിട്ട് വരുന്നു അവർ എന്നാണ്. ഓയിൽ ടാങ്കറൊക്കെ അടിച്ചു നുറുക്കി. ഉക്രൈൻ അവരെടുത്ത് ഡോളറിൻ്റെ ഒരു ഷോർട്ടേജ് ആണ്. റൂബിളിലെ ആരും വാങ്ങൂല. ഇത് ഒന്നും തന്നെ അവരെടുത്തിരിക്കുന്ന വാല്യൂ തക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു. കാരണം നിങ്ങൾ വന്ന് ഗോൾഡിന്റെ വെളിയിൽ എടുത്തുകൊണ്ട് പോകരുത് എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ആ ഗോൾഡ് റഷ്യയിലിരിക്കും, അതിനെ വെച്ച് റിപ്പയർ ചെയ്യുമോ? വേണമെന്നുള്ള ഒരു സാധനത്തിന് ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാങ്ങാം. അത് കാരണം ജനങ്ങൾ എടുത്തുകൊണ്ട് പോകരുത് എന്ന് പറയുന്നത് ശരിയാ? അഫ്ലോ കൂടിയെങ്കിൽ ജനങ്ങളടുത്ത് നിന്ന് സീസ് ചെയ്യാനല്ലേ. റിസൾട്ട് ചെയ്യാതെ അവർ ചെയ്യുന്നു. സീസ് ചെയ്യുന്നൊക്കെ പറയുന്നത് സാർ. റൂസൻറ്റ് അങ്ങനെ റിസർച്ച് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു കാര്യം കുറിച്ച് വന്നായിരുന്നു, ഈ സ്വർണത്തിന്റെ ഈ ബില്ല് കാണിച്ചില്ലെങ്കിൽ ഹൈഡൂസിന്റെ അമിക്ക് അഡ്വൈസറായിട്ട് എന്ത് പറഞ്ഞു? ഓൾഡ് ഹാസ് ഓൺ എ സിൽവർ ബില്ല്. അതെ, ഇതിന്റെ വന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നു. മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്ത്? മിൻ്റെ അടുത്തിരുന്ന് എടുക്കുന്നത്. പുട്ടിൻ എന്ത് പറയും? ബാക്കി വെച്ചുകൊണ്ട് പറയും റൂബിൾ വാങ്ങിച്ചുകൊണ്ട് ഗോൾഡിനെ കൊടു എന്ന് പറയും. ആ റൂബിളിന്റെ ഒരു ടോയ്ലറ്റ് പേപ്പർ ആയിട്ട് കൂടെ യൂസ് ചെയ്യാൻ പറ്റൂല. റൂബിൾ കാൻ ബി യൂസ്ഡ് ആസ് ടോയ്ലറ്റ് പേപ്പർ. ഗോൾഡിന് അവർ എടുക്കും. പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചിട്ട് ഇവിടെ കൊടുക്കണതല്ലേ സാർ? അത് കാലമാണ്. കമ്പ്യൂട്ടർ വിൽ നോട്ട് ദാറ്റ് നൗ. അടുത്തും ഇവിടെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത് എക്കണോമിക് അഡ്വൈസറിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു കാര്യത്തിന് ആർട്ടിക്കിളായിരുന്നു 5 മാസത്തിന് മുമ്പ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നു. അതുപോലത്തെ ഒരു കാര്യം നടക്കുന്നു. മെയ് 1 അവർ കടപിടിക്കാൻ തുടങ്ങുന്നു. കാരണം കുറച്ചൊരു പേടി മറ്റേ കയ്യിൽ ഇപ്പൊ വെച്ചിരിക്കാമാ, വെച്ചിട്ട് തന്നെ ആവണം. വേറെ എന്താണ് ഓപ്ഷൻ? കയ്യിലിരുന്ന് എടുക്കുമോ എന്നൊരു പേടി ഇരിക്കുന്നല്ലോ സാർ. ഇതിനെ എടുക്കുമോ എന്നൊരു പേടി ഇരിക്കുന്നല്ലേ സാർ? നമുക്ക് മാത്രമല്ല അറിയാൻ എവിടെ തോണ്ടി പുതച്ചു വെച്ചിരിക്കുന്നു എന്ന്. ഓപ്ഷനേ സാർ. അതൊന്നും തന്നെ വഴി. വോട്ടിട്ടിന് മുമ്പ് ചിന്തിച്ചിരിക്കണം. നോട്ടിട്ട് തന്നെയല്ല വന്നത്. ഇതാണെങ്കിൽ എല്ലാം വന്ന് സർവാധികാരിയായിട്ടിരിക്കാം. വോട്ടിട്ടല്ലേ വന്നത്? ഇതാണ് നിങ്ങൾ വോട്ട് ഇട്ടത് അവർക്ക്. ഫൈൻ സാർ, ഓക്കെ. ബാങ്ക്സിന്റെ താസ റേഷ്യോ വന്ന് 2 ഇയർ ലോ എന്നിരിക്കുന്നു. ഫൺ ഫാക്ട് ഞാൻ പറയട്ടെ. ഓക്കെ സാർ, പറയൂ. ജനങ്ങൾ എടുത്തിരിക്കുന്ന ഗോൾഡ് ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഗോൾഡ് held by top 10 countries. ഞാൻ പറഞ്ഞു പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു സാർ. ഞാൻ ഇന്നലെ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു സാർ ഇതിനെ അതിനെ പറ മലയാളത്തിൽ. ഇരിക്കുന്ന എല്ലാ ഉയർതര നാടുകളിലും നമ്മളെ ഇന്ത്യയിൽ ഇരിക്കുന്ന ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ വില കൂടുതലാണ്. വോളിയം ഓഫ് ഗോൾഡ് അധികമാണ്. ഇരിക്കുന്ന ഗോൾഡ് ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ ഓഫ് ദ അവൈലബിൾ വിത്ത് ദി ടോപ്പ് 10 കൺട്രി. ഇത് നിങ്ങൾ 100 ഗ്രാം തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് പറയുവാണെങ്കിൽ അങ്ങനൊന്നല്ല. പാനിക് ക്രിയേറ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 6 ട്രില്യൺ ഡോളർ ഗോൾഡ് നമ്മളെ കയ്യിൽ ഉണ്ട്. ട്രില്യൺ ഇവിടെ കൊടുത്തിട്ട് ട്രില്യൺ ഡോളർ ഇവിടെ കൊടുക്കുവാണെങ്കിൽ അത് എത്രയും നല്ലത് ചെയ്യും ഞങ്ങൾ. വെച്ചിരിക്കുന്ന സ്വർണത്തിന് എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്ന് അറിയാതെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. നടക്കുമ്പോൾ കുറച്ച് പേടിയാവുന്നു. ചെയ്ത് തന്നെ ആവണം. ബാങ്ക്സിന്റെ കാസ റേഷ്യോ ഇയർ ലോയിൽ ഇരിക്കുന്നു. സോ ബാങ്ക് വന്നിട്ട് ഫോറക്സ് പൊസിഷൻ വന്ന് 100 ബില്യൺ ന്യൂസ് ഇരിക്കുന്നു. അത് എന്താണ് സാർ? ഫോറക്സ് പൊസിഷന് ബില്യൺ വരെ തന്നെ വെച്ചിരിക്കണം, ഇത്രയും തന്നെ ബാങ്ക്സ് വെച്ചിരിക്കണം എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അതാണ് കാര്യം. അതെങ്ങനെയാണ് ഫംഗ്ഷൻ ആകും? ഇപ്പൊ ഞാൻ ബാങ്ക് സ്റ്റോക്ക് വെച്ചിരുന്നത് അത് എന്താണ് എനിക്ക് ഈ പ്രോഫിറ്റ് ആകും? പ്രോബ്ലംസ് വരോ? ഞാൻ പറയാം. ഇപ്പൊ ഞാൻ വെള്ളക്കാരെന്ന് വെച്ചോ, ഞാൻ ഇന്ത്യ ബോണ്ട് വാങ്ങാൻ വരുന്നു. 1 മില്യൺ ഇന്ത്യ ബോണ്ട് വാങ്ങി
ഞാൻ രൂപ തന്നെ എടുത്തുകൊണ്ട് പോകണം. അതിൽ 6.25% റിട്ടേൺ വരും. എനിക്ക് റുപ്പിയിൽ തന്നെ വരും അല്ലേ. ഞാൻ ഇവിടെ വാങ്ങുന്ന സമയമേ ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഡോളേഴ്സ് ലിവറബിൾ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യും. അങ്ങനെയൊക്കെ 1 മില്യൺ തരുന്നു എന്നാൽ റേറ്റിൽ 1 മില്യൺ ഫ്യൂച്ചേഴ്സിൽ ബൈ ഇടും. ഈ 1 മില്യൺ വാങ്ങുന്നതിന് കൊടുക്കണമല്ലേ നോൺ കൺസിഡറബിൾ ആൻഡ് കൊടുക്കണമല്ലേ നോൺ കൺസിഡറബിൾ ഇതാണ് ഇന്ത്യൻ ബാങ്ക്. വേറെ ആര് തരും നിന്റെ കറൻസിയെ തന്നെ തരും. ഹി ഹാസ് എ ലോങ് ഡോളർ പൊസിഷൻ. ചോദിച്ചാൽ തരണം. എന്ത് ചെയ്തു എന്നാൽ അവരെ കട്ട് ചെയ്ത് വെളിയിൽ തള്ളിയിരിക്കുന്നു. ആരാണ് പ്രൊട്ടക്ഷൻ തരും? $10 മേലെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഇന്ന് വിൽക്കും എന്ന് പറയുമ്പോൾ പിന്നെ വാങ്ങിയോണ്ട് ഡോളർ കൊടുക്കാൻ എൻ ബാങ്കില്ലെങ്കിൽ ആരും വരില്ല. സോ ഹെഡ്ജ് ഇല്ലാതെ ഫോറിനിലിരുന്ന് ഇന്ത്യക്ക് വരത്തില്ല. ഇപ്പോൾ ഇന്ത്യയിലകത്ത് വരാതെ ചെയ്യാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ FIS ഇത് കാരണം തന്നെ വെളിയിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ഈ സർ. മുമ്പേ എടുത്തോണ്ട് ചെന്നുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. നമ്മൾ വന്നിട്ട് BISന്റെ മ്യൂച്വൽ ഫണ്ടിനെ വെച്ച് തന്നെ ഒട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ യു ആർ ടെല്ലിംഗ് ദി മെസ്സേജ് ഡോണ്ട് കം, കറൻസി റിസ്ക് എടുക്കും. രൂപയിൽ തന്നെ ഓൾറെഡി 8% വിളുന്നു. ശക്തി തന്നെ ആവണം. ഇന്ന് ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു സർ. വേറെ സർ, റഷ്യ 100 ഗ്രാമിന്റെ മുകളിൽ ഗോൾഡിന് എടുത്തോണ്ട് ചെല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നു സർ. അതൊരു വലിയ ഷോക്ക് പോലെയാണ് ഇരിക്കുന്നു. മുമ്പ് ഇത് ഒരേ ഒരു ചോദ്യം 5 കൊല്ലത്തിൽ 95,000 crore വാല്യൂ ഇൻവെസ്റ്റേഴ്സ് വന്ന് POയിൽ വന്ന് മിസ് ചെയ്തിരിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് മിസ്സായവർ ഓക്കെ എന്ന് എടുത്താലും ചെയ്യുന്നത് നോർമൽ അല്ലേ സർ? ആ മാർക്കറ്റിനെ പുറത്ത് മറ്റും അങ്ങനെ ഒന്നുമല്ല. ഇയർ റിട്ടേൺ 3 ഇയർ റിട്ടേൺ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. മ്യൂച്വൽ ഫണ്ടിലൊക്കെ 3 ഇയർ റിട്ടേൺ 19% ആണ്. മോസ്റ്റ് ഓഫ് ദി റിട്ടേൺ 23 ആൻഡ് 24 എത്തിയിരിക്കും. അതല്ലാതെ വലുതായിട്ടൊന്നുമില്ല. ദിസ് 7 ഹാപ്പൻസ്. ഈ ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ എയ്തർ ബി നെഗറ്റീവ് 1%, 2% പോസിറ്റീവ് ആയിരിക്കും. IPOയിൽ വിട്ടത് OFS IPOയിൽ വിട്ടത് നോക്കിയാൽ 55,000 crores പറയുന്നു. ഇത്രയും പറയുന്നു. സ്മോൾ ക്യാപ്പിൽ വിട്ടതൊക്കെ ആര് കണക്ക് പറയും? അത്ര ഞാൻ പറയാം സർ. 95,000 crore എന്ന് വയ്ക്കാം. ഇതിൽ ഒരുപാട് വന്നിട്ട് 57 ടൈംസ് ഏർണിങ്സ്, ടൈംസിന് മുകളിൽ നിന്ന് ഏർണിങ്സ്. ഇപ്പോൾ IPOയിൽ വരുന്ന സ്റ്റാർട്ടിന് എങ്ങനെയാണ് ഏർണിങ്സ് നോക്കണത് സർ? അങ്ങനെ തന്നെ 20 ടൈംസ്. ഇനി നമുക്ക് വേണ്ട ആ ടെക്നോളജീസ് ഞാൻ തന്നെ ഇട്ടില്ലല്ലോ. ഇത് സൂചി എന്ന് പറഞ്ഞാൽ എവിടെയാണ് നോക്കുന്നത് സർ? HPയിൽ തന്നെ നോക്കുമ്പോ സർ 7 നോക്കി കിട്ടും. ഇപ്പോൾ ഞാൻ ഡയറക്റ്റാണ് നോക്കുന്നതില്ല. ആൾക്കാരൊക്കെ വച്ചിരിക്കുന്നു. മുമ്പേ അറിയാം. ഹൗസിംഗ് പ്ലാൻസിന് സ്ട്രോങ് ആ പറഞ്ഞ IPO പ്രൈസേ കോസ്റ്റ്ലി എന്ന്. ഈ റുപ്പീസ് IPO പ്രൈസ് അതുവേ കോസ്റ്റ്ലി എന്നാണ് പറഞ്ഞത് സാറ്. ബുക്ക് എന്ന് പറഞ്ഞു. ഓസ്റ്റ് അതിൻ്റെ അടുത്ത് ഇരിക്കുന്നു. സോ ഒരു 30-40 രൂപയ്ക്ക് വരുവാണെങ്കിൽ ഡൈവിംഗ് എന്ന് മനസ്സിലാക്കാമോ സർ? എൻ്റെ ബദൽ 35 വരുവാണെങ്കിൽ എടുക്കാം. എന്തോ ബ്രാൻഡ് സൂപ്പർ ആയിരുന്നാലും ഇതന്നെ കോൺസെപ്റ്റ് അല്ലേ സർ? ഏറെ സൂചി തന്നെ. PE എന്ന കാര്യത്തിനെ സെർച്ച് ചെയ്ത് നോക്കിയുണ്ട്. ബെറ്റർ എങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. ഗൂഗിൾ തന്നെ നമ്മൾ നോക്കണം അല്ലേ സർ? ഫസ്റ്റ് ബ്രാൻഡ്, കടൻ, എന്താണ് ചെയ്യാൻ പോകുന്നു, ബിസിനസ്സിൽ എന്താണ് മാർക്കറ്റ് ഷെയർ അവരുടെ കയ്യിൽ ഇരിക്കുന്നു. എക്സ്പെഷ്യലി ഈ സ്റ്റാർട്ടപ്പായി പബ്ലിക് ആവുന്ന കമ്പനി നിർത്തി പോരുത്. താങ്ക് യു സാർ. ഇന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതാണ്. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.